നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരുമ്പിലാവിൽ വിദ്യാഭ്യാസ സ്ഥാപനം സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തു. ട്രസ്റ്റ് ചെയർമാന് മർദ്ദനം. ഹയർ സെക്കൻഡറി എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സുമാർ അക്കാദമിയാണ് അടിച്ചു തകർത്തത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളും പഠനരേഖകളും അക്രമി സംഘം നശിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് പ്രതിഷേധം. അജണ്ട ചർച്ച ചെയ്യാതെ യോഗം പിരിച്ചുവിട്ടു. ചെയർപേഴ്സൺ കോൺഗ്രസ് കൌൺസിലർ ബിജു സി ബേബിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചുവെന്നാരോപിച്ചാണ് കോൺഗ്രസ് കൌൺസിലർമാർ പ്രതിഷേധിച്ചത്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ നിർത്തിയിട്ട ലോറിയിലിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക്. കേച്ചേരി പെരുമണ്ണിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് തകർത്തു. സ്കൈപ്പ് ആപ്പ് വഴി പണം തട്ടുന്ന സംഘം കേരളത്തിൽ വ്യാപകം. ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി പോലീസ്. പോലീസാണെന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നത്. വിശദമായ വാർത്തയിലേക്ക്. പെരുമ്പിലാവിൽ വിദ്യാഭ്യാസ സ്ഥാപനം സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തു. ട്രസ്റ്റ് ചെയർമാന് മർദ്ദനമേറ്റു. പെരുമ്പിലാവ് ഒരുക്കാൽക്കുന്നിൽ പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സുമാർ അക്കാദമിയാണ് സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തത്. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. അക്രമി സംഘം സ്ഥാപനത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് സ്ഥാപന അധികൃതർ അറിയിച്ചു. മർദ്ദനത്തിനിരയായ ഹദ്ദാദ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും സാമൂഹിക പ്രവർത്തകനുമായ 65 വയസ്സുള്ള ഹാഷിം തങ്ങളെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥാപനത്തിന്റെ പ്രധാന ഓഫീസിൽ നടത്തിയ ആക്രമണത്തിൽ LED ബൾബുകൾ, കമ്പ്യൂട്ടറുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വിദ്യാർത്ഥികളുടെ പഠനരേഖകൾ എന്നിവ അക്രമി സംഘം നശിപ്പിച്ചു. വേനലവധി കഴിഞ്ഞ് 20-ാം തീയതി ക്ലാസ് തുടങ്ങാനിരിക്കെയാണ് സ്ഥാപനത്തിന് നേരെ വ്യാപക ആക്രമണമുണ്ടായത്. ശബ്ദം കേട്ട് സ്ഥാപനത്തിലെ ജീവനക്കാർ എത്തുമ്പോഴേക്കും സംഘം ഓടി രക്ഷപ്പെട്ടു. സ്ഥാപന അധികൃതർ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കുന്നംകുളം നഗരസഭയിൽ ചൊവ്വാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ ബസ് സ്റ്റാൻഡ് ഫീസ് പിരിവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയ്ക്കിടെ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും കോൺഗ്രസ് അംഗം ബിജു സി ബേബിയും തമ്മിൽ വാക്കേറ്റം. ചെയർപേഴ്സന്റെ പരാമർശത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചതോടെ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. പുതിയ ബസ് സ്റ്റാൻഡ് ലേലത്തിൽ നിന്നും ഒന്നാം കരാറുകാരൻ പിൻവാങ്ങിയ സാഹചര്യത്തിൽ രണ്ടാമത്തെ കരാറുകാരന് 22 ലക്ഷം രൂപയ്ക്ക് ലേലമുറപ്പിച്ചത് ശരിയായ നടപടിയല്ലെന്നും വിഷയത്തിൽ റീടെൻഡർ ചെയ്യണമെന്ന് കോൺഗ്രസ് അംഗം ബിജു സി ബേബി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒന്നാം കരാറുകാരൻ സെക്യൂരിറ്റി തുക തിരിച്ചു ലഭിക്കുന്നതിനു വേണ്ടി ബിജു സി ബേബിയെ സമീപിച്ചിട്ടുണ്ടോ എന്ന ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ ചോദ്യമായിരുന്നു കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3 ലക്ഷം രൂപ വർധനവിനാണ് ബസ് സ്റ്റാൻഡ് ലേലം ഉറപ്പിച്ചത്. പങ്കെടുത്തവരിൽ നിന്നും 1 ലക്ഷം രൂപ വീതം സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നഗരസഭ വാങ്ങാറുണ്ട്. ആദ്യ കരാറുകാരൻ ലേലത്തിൽ നിന്നും ഒഴിവായ സാഹചര്യത്തിൽ നഗരസഭാ ചട്ടമനുസരിച്ചിട്ടുള്ള നടപടിക്രമം പാലിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ കരാറുകാരന് ലേലമുറപ്പിച്ചത്. നിക്ഷേപ തുക മടക്കി നൽകാൻ കരാറുകാരൻ ബിജു സി ബേബിയെ സമീപിച്ചിട്ടുണ്ടോ എന്ന ചെയർപേഴ്സന്റെ ചോദ്യമാണ് കോൺഗ്രസ് അംഗങ്ങളെ ചൊടിപ്പിച്ചത്. ചെയർപേഴ്സന്റെ പരാമർശം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഡയസിന് മുമ്പിൽ നിന്നുകൊണ്ട് ബഹളം വയ്ക്കുകയും ക്ലർക്കിൽ നിന്നും അജണ്ടകൾ വാങ്ങി കീറിയെറിയുകയും ചെയ്തു. കോൺഗ്രസ് അംഗങ്ങളുടെ ബഹളത്തെ തുടർന്ന് അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. സംഭവത്തെ തുടർന്ന് ചെയർപേഴ്സന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CCTV ന്യൂസ് കുന്നംകുളം. കോൺഗ്രസ് അംഗങ്ങൾ തന്റെ വാക്ക് വളച്ചൊടിച്ച് അനാവശ്യ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. കൌൺസിൽ യോഗത്തിൽ ബസ് സ്റ്റാൻഡ് ഫീസ് പിരിവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയ്ക്കിടെയുണ്ടായ പ്രതിഷേധത്തിൽ പ്രതികരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ. ബിജു സി ബേബിയെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് ഗ്രൂപ്പിസം മറച്ചുപിടിക്കാൻ അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണെന്നും സീതാ രവീന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒന്നാമതെടുത്തുള്ള ആള് 22,05,000 എടുക്കുകയും രണ്ടാമത്തെ ആള് 22 ലക്ഷത്തിന് കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ആള് എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് എഴുതി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ ആൾക്ക് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ലേല വ്യവസ്ഥിതിയിലുള്ളതാണ്. അയാൾക്ക് കൊടുത്തു. അത് നഗരസഭയ്ക്ക് യാതൊരു നഷ്ടവും വന്നിട്ടില്ല. അല്ലാതെ സാമ്പത്തിക അഴിമതി എന്നുള്ളത് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്.
അത് അവരുടെ ആളുകൾ തന്നെ അതങ്ങനെ വളച്ചൊടിച്ച് ബിജുവിനെതിരെ കൊണ്ടുവന്നത്. ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സൂചന പോലും കൊടുത്തിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അതല്ലാതെ സാമ്പത്തിക അഴിമതി എന്നത് അവരുടെ ആളുകൾ തന്നെ എഴുതി പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളതാണ്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ നിർത്തിയിട്ട ലോറിയിലിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. ഏനാമാവ് മുല്ലശ്ശേരി സ്വദേശി കൊമ്പൻ വീട്ടിൽ 42 വയസ്സുള്ള ബിജുവിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 11:30ഓടെയാണ് അപകടമുണ്ടായത്. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ പട്ടാമ്പി റോഡിലെ പെട്രോൾ പമ്പിന് മുൻവശത്തായി നിർത്തിയിട്ട ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേച്ചേരി പെരുമണ്ണിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് തകർത്തു. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ അപകടം ഒഴിവായി. പെരുമണ്ണ് പാടശേഖരത്തിന് സമീപത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 7:30ഓടെ നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറിയത്. കാറിലുണ്ടായിരുന്ന കൈപ്പറമ്പ് പുത്തൂർ സ്വദേശികളായ പിതാവിനും മകനും നിസ്സാര പരിക്കേറ്റു. കേച്ചേരിയിൽ നിന്ന് ആളൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് തകർന്നു. KSEB ജീവനക്കാരുടെ നേതൃത്വത്തിൽ വൈദ്യുതി പോസ്റ്റ് മാറ്റുന്നതിനുള്ള പ്രവൃത്തികൾ നടത്തി. ചൊവ്വാഴ്ച ഉച്ചയോടെ പോസ്റ്റുകൾ മാറ്റിയ ശേഷമാണ് മേഖലയിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ഗുരുവായൂർ നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാരുടെ പരാതി പ്രവാഹം. ഭരണപക്ഷ കൗൺസിലർമാർ പോലും പരാതികൾ ഉന്നയിച്ചപ്പോൾ ഭരണപക്ഷ കൗൺസിലറായ മെഹറൂഫ് തന്റെ വാർഡിൽ എല്ലാം മികച്ച രീതിയിൽ നടക്കുന്നുവെന്ന് പറഞ്ഞത് ശ്രദ്ധേയമായി. വാർഡുകളിലെ മാലിന്യ പ്രശ്നവും വെള്ളം ഒഴുകുന്നതിലെ തടസ്സവുമാണ് മിക്ക കൗൺസിലർമാർക്കും പറയാനുണ്ടായിരുന്നത്. എന്നാൽ UDFകാരനായ 10ാം വാർഡ് കൗൺസിലർ മെഹറൂഫ് തന്റെ വാർഡിൽ മികച്ച പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയിച്ചു. പൊതുജനാരോഗ്യ ചട്ടങ്ങളെക്കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ സോണി വർഗീസ് സംസാരിച്ചു. ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. മഴ തുടങ്ങിയതോടെ വെള്ളക്കെട്ടും ചെളിയുമായി അക്കിക്കാവ് കൊങ്ങണ്ണൂർ റോഡ്. പെരുമ്പിലാവ് KSEB ഓഫീസ് പരിസരത്തെ റോഡിലാണ് ചെളി നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായത്. ഇതോടെ കാൽനട യാത്രികരും ഇരുചക്ര വാഹന യാത്രികരും ദുരിതത്തിലായി. മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനമില്ലാത്തതും ഉയർന്ന പ്രദേശത്തു നിന്നും ഒഴുകിയെത്തുന്ന മണ്ണും മാലിന്യവും റോഡിൽ കെട്ടിക്കിടക്കുന്നതുമാണ് ചെളി നിറയാൻ കാരണം. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് അധികൃതർ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സ്കൈപ്പ് ആപ്പ് വഴി പണം തട്ടുന്ന സംഘം കേരളത്തിൽ വ്യാപകം. ജാഗ്രത പാലിക്കണമെന്ന് പോലീസാണെന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തി സ്കൈപ്പ് ആപ്പ് വഴി പണം തട്ടുന്നത്. ഇത്തരം സംഘം കേരളത്തിൽ വ്യാപകമായി തട്ടിപ്പിന് ശ്രമിക്കുന്നതായാണ് വിവരം. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സ്കൈപ്പിൽ പണം ആവശ്യപ്പെട്ട് പോലീസ് വിളിക്കില്ലെന്നും വടക്കേക്കാട് പോലീസ് SHO R ബിനു മുന്നറിയിപ്പ് നൽകി. പൊന്നാനിയിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ കപ്പൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധന നടത്തി. കൊച്ചിയിൽ എത്തിച്ച കപ്പലിലെ ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തി. ഫോറൻസിക് സംഘം കപ്പൽ പരിശോധിച്ചു. കപ്പലിലെ വോയേജ് ഡാറ്റ റെക്കോർഡർ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് കോസ്റ്റൽ പോലീസ് പറഞ്ഞു. വില്ലിംഗ്ടൺ ഐലൻഡിലെ ടെർമിനലിലാണ് കപ്പലുള്ളത്. അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനുമാണ് ജീവനക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ലക്ഷദ്വീപിലേക്ക് ചരക്കുമായി പോകുമ്പോഴാണ് സാഗർ യുവരാജ് എന്ന കപ്പൽ മത്സ്യബന്ധന ബോട്ടിലിടിച്ചത്. പൊന്നാനി സ്വദേശികളായ ഗഫൂർ, സലാം എന്നിവരാണ് മരിച്ചത്. 4 തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി കളക്ടറേറ്റിൽ നിന്നുള്ള റവന്യൂ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ക്ഷേത്ര പരിസരത്ത് പരിശോധന നടത്തിയത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയന്റെ നേതൃത്വത്തിൽ ദേവസ്വം എഞ്ചിനീയറിംഗ് വിഭാഗവും കൂടെയുണ്ടായിരുന്നു. ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ സ്കെച്ചും പ്ലാനും തയ്യാറാക്കുന്നതിന് സംഘം നിർദ്ദേശം നൽകി. ഇതിനുശേഷം സാമൂഹ്യാഘാത പഠനം നടത്തി വില നിശ്ചയിക്കും. ദേവസ്വം പണം അടയ്ക്കുന്ന മുറയ്ക്ക് ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തീകരിക്കും. കണ്ടാണശ്ശേരിയിൽ മാലിന്യം വലിച്ചെറിഞ്ഞവർക്കെതിരെ കർശന നടപടി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞവർക്കെതിരെയാണ് ആരോഗ്യ വിഭാഗം കർശന നടപടി സ്വീകരിച്ചത്. അരിയന്നൂർ പോക്കാക്കില്ലത്ത് അലി പരീദിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലേക്കാണ് പരിസരവാസികൾ ചാക്കിൽ കെട്ടി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരുന്നത്.
ഇതു സംബന്ധിച്ച് നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രദേശവാസിയായ ചാണൽ ഗോപിയുടെ വീട്ടിൽ നിന്നുള്ള മാലിന്യം വലിച്ചെറിഞ്ഞതായി കണ്ടെത്തുകയായിരുന്നു. പരിശോധനയ്ക്കിടെ മാലിന്യത്തിൽ നിന്നു ലഭിച്ച ATM കാർഡാണ് മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്താൻ സഹായകരമായത്. അലി പരീദിന്റെ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് വൻതോതിൽ മാലിന്യം വലിച്ചെറിഞ്ഞിരുന്നത്. പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുന്ന പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ പിഴ ചുമത്തുന്നതിനുള്ള നിർദ്ദേശം നൽകി. പഞ്ചായത്ത് അംഗം PK അസീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. നാടൻപാട്ട് കലാകാരൻ രതീഷ് തിരുവരങ്കൻ വാഹനാപകടത്തിൽ മരിച്ചു. കുളപ്പുള്ളി ചുവന്ന ഗേറ്റിൽ ടാങ്കർ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് വാവന്നൂർ സ്വദേശിയായ നാടൻപാട്ട് കലാകാരൻ രതീഷ് തിരുവരങ്കൻ മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് അപകടമുണ്ടായത്. പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ IPT കോളേജിന് സമീപം എതിരെ വന്ന ടാങ്കർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. മരിച്ച രതീഷ് നാടൻപാട്ട് കലാരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അകലാട് മുന്നേനി പ്രദേശത്തെ 70ഓളം കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. പുന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിലാണ് 2 റീസർവേ നമ്പറുകളിലായി 70ഓളം കുടുംബങ്ങൾ താമസിക്കുന്നത്. പുന്നയൂർ വില്ലേജ് പരിധിയിൽപ്പെട്ട റീസർവേ 35/1, 47/1 ഭൂമികളിൽ വീട് വെച്ച് വർഷങ്ങളായി താമസിക്കുന്ന കുടുംബങ്ങൾക്കാണ് പട്ടയ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചത്. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഇടപെട്ട് പ്രത്യേകം ചുമതല നൽകിയ സർവേയർമാരായ CV ദിവ്യ, S സുജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവേ നടപടികൾ പുരോഗമിക്കുന്നത്. സർവേ നടപടികൾ പൂർത്തിയായാലുടൻ പട്ടയം നൽകാൻ കഴിയുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നീണ്ടകാലമായി ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിനാണ് ഇതുമൂലം പരിഹാരമാകുന്നത്. NK അക്ബർ MLA-യുടെയും പൊന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നത്. സർവേ നടക്കുന്ന സ്ഥലം NK അക്ബർ MLA സന്ദർശിച്ചു. പൊന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, മെമ്പർമാരായ KA വിശ്വനാഥൻ മാസ്റ്റർ, ചിതു രാജേഷ്, MK അറഫാത്ത് തുടങ്ങി പ്രദേശവാസികളുമുണ്ടായിരുന്നു. CCTV ന്യൂസ് പൊന്നൂർകുളം. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി, മെമ്പർ MK ജോസ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, JHI സ്മിത ശങ്കർ, LHI അജിത പോൾ, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികളും ആരോഗ്യം, പൊതുമരാമത്ത് ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ താമസക്കാരായവരും മണ്ഡലത്തിലെ സ്കൂളുകളിൽ പഠിച്ചവരുമായ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് MLA പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ബന്ധപ്പെട്ട സ്കൂളുകളിൽ നിന്നും ശേഖരിക്കുന്നതിനാൽ അവർ വിവരങ്ങൾ നൽകേണ്ടതില്ല. മണ്ഡലത്തിന് പുറത്തുള്ള സ്കൂളുകളിൽ പഠിക്കുന്നവരും മണ്ഡലത്തിലെ താമസക്കാരായ എല്ലാ വിദ്യാർത്ഥികളും ഫോട്ടോ, മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ്, മണ്ഡലത്തിൽ താമസിക്കുന്നതാണെന്നുള്ള വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവ ഈ മാസം 20-നകം ഗുരുവായൂർ MLA-യുടെ ഓഫീസിൽ നൽകേണ്ടതാണ്. CBSE +2 ഫലം വന്നപ്പോൾ ഒരേ മാർക്കോടെ സയൻസ് ഗ്രൂപ്പിൽ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ് ഇരട്ട സഹോദരികളായ ആയിഷ അംദയും ഫാത്തിമ അമ്രയും. മലപ്പുറം വെളിയങ്കോട് സ്വദേശി ജാഫർ ഖാൻ, സനീറ ദമ്പതികളുടെ മക്കളായ ഇവർ ചമ്മന്നൂർ അമൽ ഇംഗ്ലീഷ് സ്കൂളിലാണ് പഠിക്കുന്നത്. ചെറുപ്പം മുതലേ ഒരേ വേഷത്തിൽ ഒരേ ക്ലാസുകളിൽ ഒരുമിച്ച് പഠിച്ചു വളർന്ന ആയിഷയും ഫാത്തിമയും പഠനത്തിൽ മിടുക്കികളായിരുന്നു. ഫലം വന്നപ്പോൾ 2 പേർക്കും 500-ൽ 466 മാർക്ക്. 2 പേർക്കും MBBS എടുത്ത് ഡോക്ടറാകാനാണ് ആഗ്രഹം. തൊഴിയൂർ MES ഡയറക്ടർ ബോർഡ് മെമ്പർ OM സിദ്ദിഖിന്റെ പേരക്കുട്ടികൾ കൂടിയാണ് ഈ സഹോദരങ്ങൾ. പുന്നയൂർകുളം പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കൊട്ലിങ്ങൽ കോളനിയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, വാർഡ് മെമ്പർ ഷംസുദ്ദീൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ, JHIമാരായ ഉണ്ണികൃഷ്ണൻ, പ്രദീപ്, ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യ പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ച് കൊതുക് വളരാൻ സാഹചര്യമുള്ള ഉറവിടങ്ങൾ നശിപ്പിക്കുകയും മലിനജലം ഒഴുക്കിവിടുന്നതിനാവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും നിർദ്ദേശിച്ചു. പൊതു ഇടങ്ങളിലേക്കും തോടുകളിലേക്കും മലിനജലം ഒഴുക്കിവിട്ടാൽ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പരിശോധിച്ച് കർശന നടപടിയെടുക്കുമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ചാലിശ്ശേരി അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ തിങ്കളാഴ്ച രാത്രി നടന്ന വനിതാ മത്സരം കാണികൾക്ക് ആവേശമായി. വനിതാ ടീമംഗങ്ങളെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, CDS ചെയർപേഴ്സൺ ലത സൽഗുണൻ, കുടുംബശ്രീ അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പരിചയപ്പെട്ടു. തൃശൂരും തിരുവനന്തപുരം തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തിരുവനന്തപുരം വിജയിച്ചു. കളി കാണാൻ നിരവധി സ്ത്രീകളും മൈതാനത്തെത്തി. വിജയികൾക്ക് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ ട്രോഫികൾ വിതരണം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ യോഗം ചേർന്നു. കാലവർഷം ആരംഭിക്കാനിരിക്കെ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ജാഗ്രതാ പരിപാടിയുടെ ഭാഗമായി ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷക്കീല ഷമീർ, NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി നരേന്ദ്രനാഥ്, കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് എന്നിവർ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്സി കരട് നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. 2024 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെ പഞ്ചായത്തിൽ നടത്തേണ്ട ആരോഗ്യ പരിപാടികളെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. മെയ് 14 മുതൽ 18 വരെ വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികൾ ചേർന്ന് ആരോഗ്യ ജാഗ്രതാ പരിപാടിയുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. ഡ്രൈ ഗൃഹശുചീകരണം, വാർഡിലെ പ്രധാന സെന്റർ വൃത്തിയാക്കൽ, ഗൃഹശ്രീ അവാർഡ്, പൊതുജനാരോഗ്യ നിയമം, പഞ്ചായത്ത് രാജ് നിയമം, ജനകീയ ബോധവൽക്കരണം, ശുചിത്വ മണിമുഴക്കം 2024, ആരോഗ്യ ജാഗ്രതാ പരിപാടിയുടെ 2024-25 പ്രവർത്തന മാർഗരേഖാ പ്രകാശനം തുടങ്ങിയ വിവിധ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വകുപ്പ് പ്രതിനിധികൾ, വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ച് അധ്യാപകർ, ആശാപ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ സംഘാടക യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും ഭൂമി ഏറ്റെടുക്കുന്നത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷമാകണമെന്ന് ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പല ഘട്ടങ്ങളിലായി നേരത്തെ ഭൂമി ഏറ്റെടുത്തപ്പോൾ കുടിയൊഴിപ്പിക്കപ്പെട്ട 136 കുടുംബങ്ങൾക്ക് ഇതുവരെ സ്ഥിര പുനരധിവാസം നൽകിയിട്ടില്ല. എന്തിനു വേണ്ടിയാണോ ഭൂമി ഏറ്റെടുത്തത് ആ പ്രവൃത്തികൾ പൂർത്തീകരിക്കാതെ മറ്റു പല ആവശ്യങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും നൽകണമെന്നാവശ്യപ്പെട്ട് MLA മുഖാന്തരം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിന് ദേവസ്വം നൽകിയ മറുപടി സ്വാഗതാർഹമാണ്. എന്നാൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷം മാത്രം ഭൂമി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ട് വീണ്ടും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് TN മുരളി, ജനറൽ സെക്രട്ടറി റഹ്മാൻ P തിരുനെല്ലൂർ, മനോജ് V നായർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടം സാംസ്കാരിക വേദി എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ദ്വിദിന അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. അറിവിടം എന്ന ശീർഷകത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഇടം എക്സിക്യൂട്ടീവ് അംഗം KA ഫരീദ് അലി അധ്യക്ഷനായി. എരുമപ്പെട്ടി സ്കൂൾ പ്രധാന അധ്യാപിക KA സുജിനി, ക്യാമ്പ് ചെയർപേഴ്സൺ KR രാധിക, ഇടം സെക്രട്ടറി KP ജയൻ, സ്മൈൽ സീനിയർ സ്റ്റെം ഫെസിലിറ്റേറ്റർ CS ജിയ എന്നിവർ സംസാരിച്ചു. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വിഷയത്തിൽ സ്മൈൽ ഫൗണ്ടേഷൻ ആദ്യ ദിനത്തിൽ പ്രദർശനത്തോടുകൂടിയുള്ള ക്ലാസ് നയിച്ചു. കോർഡിനേറ്റർ അലീഷ ഷാജി, സീനിയർ സ്റ്റെം ഫെസിലിറ്റേറ്റർമാരായ CS ജിയ, KB എൽസമോൾ, സ്റ്റെം ഫെസിലിറ്റേറ്റർമാരായ സ്റ്റെഫി ഷാജി, റോജിൻ റോയ്, ലക്ഷ്മി ഹരി, TS ഷബന എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗവും തുടർ പ്രവർത്തനങ്ങളുടെ ആസൂത്രണ യോഗവും നടന്നു. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമേഷ് NS ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രത്നകുമാരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജോൺ മാസ്റ്റർ, ബിന്ദുമോൾ എന്നിവർ സംസാരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ മെറിൻ ടി ജെറോം ആമുഖ പ്രഭാഷണവും ഹെൽത്ത് ഇൻസ്പെക്ടർ CV അജയകുമാർ വിഷയാവതരണവും നടത്തി. മെയ് 18-നകം തന്നെ പഞ്ചായത്തിലെ 13 വാർഡുകളിലെയും വാർഡ് തല ആരോഗ്യ ശുചിത്വ സമിതി യോഗങ്ങൾ പൂർത്തിയാക്കാൻ യോഗം തീരുമാനിച്ചു. മെയ് 23-നകം സ്ഥാപനങ്ങളുടെയും പൊതുസ്ഥലങ്ങളുടെയും ശുചീകരണവും പറമ്പുകളിലും നിർമ്മാണ സ്ഥലങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും യോഗം തീരുമാനിച്ചു. മെയ് 16-ന് ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തോടനുബന്ധിച്ച് ഉറവിട നശീകരണ പ്രവർത്തനങ്ങളുടെ മാസ് ക്യാമ്പയിൻ നടത്തും. ആശുപത്രികൾ, ഗാർഹിക പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഈഡിസ് കൊതുക് സാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ ജനപങ്കാളിത്തത്തോടെ സംയോജിത കൊതുകു നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുവാനും യോഗത്തിൽ തീരുമാനമായി. മെയ് 21-ന് ഹെൽത്തി കേരള ശുചിത്വ പരിശോധനയും മെയ് 29 മുതൽ ജൂൺ 10 വരെ ജലശുദ്ധീകരണ ബോധവൽക്കരണ പരിപാടിയും ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരണവും നടത്തും. പൊതുജനാരോഗ്യ നിയമങ്ങളെ സംബന്ധിച്ച്
ആദ്യഘട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നിയമലംഘനം തുടരുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. യോഗത്തിൽ പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ KU ജയശ്രീ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി വൃന്ദ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. കടവല്ലൂർ മേഖലയിലെ പാടശേഖരങ്ങളിൽ വിരിപ്പ് കൃഷിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതോടെയാണ് വിരിപ്പ് കൃഷി ഒരുക്കങ്ങൾക്ക് വീണ്ടും ജീവൻ വെക്കുന്നത്. വേനൽ മഴയുടെ ലഭ്യതക്കുറവും കാലാവസ്ഥാ വ്യതിയാനവും കൃഷി കലണ്ടറിന്റെ താളം തെറ്റിച്ചത് വിരിപ്പു കൃഷി ഒരുക്കങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു. മാർച്ച് മാസത്തോടെ മുണ്ടകൻ കൊയ്ത്ത് പൂർത്തിയാകുന്ന പാടങ്ങളിലാണ് വേനൽ മഴ ലഭിച്ചാൽ വിരിപ്പു കൃഷിക്ക് ഒരുക്കങ്ങൾ നടത്തുന്നത്. ഏപ്രിൽ മാസത്തിൽ മഴ ഒഴിഞ്ഞു നിന്നതോടെ പാടങ്ങൾ ഒരുക്കാൻ കർഷകർക്ക് സാധിച്ചിരുന്നില്ല. വൈകിയാണെങ്കിലും മഴ എത്തിയത് കർഷകർക്ക് ആശ്വാസമായി. പല സ്ഥലങ്ങളിലും ഉഴൽ തുടങ്ങി. കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖരത്തിൽ വിത്ത് വിതയ്ക്കൽ ആരംഭിച്ചു. ഉയർന്ന ഭാഗങ്ങളിൽ ആവശ്യത്തിനു വെള്ളം ലഭിച്ചിട്ടില്ല. അവിടെ നടീൽ നടത്താനാണ് കർഷകരുടെ തീരുമാനം. വിരിപ്പു കൃഷിക്കുള്ള വിത്ത് കൃഷിഭവനിൽ ഉടൻ വിതരണത്തിനെത്തുമെന്നാണ് സൂചന. കൃഷി സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ പാടശേഖര സമിതികളുടെ യോഗം അടുത്ത ദിവസം വിളിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. സ്മാം പദ്ധതിയും കൃഷിക്കൂട്ടങ്ങൾക്കായുള്ള സാമ്പത്തിക സഹായവും ഉൾപ്പെടുത്തി ലഭ്യമാക്കിയ കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷിത ഉദ്ഘാടനം നിർവഹിച്ചു. കടപ്പുറം ഫാമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് TK അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഷ് ഷൗക്കത്ത് മുഖ്യാതിഥിയായിരുന്നു. ചാവക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ AN മനോജ് പദ്ധതി വിശദീകരണം നടത്തി. തെങ്ങിന് തടം തുറക്കുന്ന പവർ ഡ്രില്ലർ, കൃഷിക്ക് നിലമൊരുക്കുന്ന പവർ വീഡർ, ബ്രഷ് കട്ടർ എന്നീ യന്ത്രങ്ങളാണ് പ്രവർത്തനം ആരംഭിച്ചത്. ചടങ്ങിൽ കടപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഫാർമേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പിലാവ് കണക്ക കോളനി റോഡിലെ കാലങ്ങളായുള്ള വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക, ജലനിധി പദ്ധതിക്കായി പൊളിച്ച കോളനിയിലെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ടിന് സമീപത്തെ റോഡിൽ നിൽപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചു. വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻ ബാവ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഷമീറ നാസർ സംസാരിച്ചു. കഴിഞ്ഞ 15 വർഷമായി തുടരുന്ന റോഡിലെ വെള്ളക്കെട്ട് കാൽനട യാത്രയും വാഹനയാത്രക്കാരെയും വലയ്ക്കുകയാണ്. വെള്ളക്കെട്ട് മൂലം മഴക്കാലമായാൽ കാനകൾ കോരി വൃത്തിയാക്കൽ ജോലികൾ നടക്കുമെങ്കിലും വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാകാറില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മേഖലയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും ജലനിധി പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടി പൊളിച്ചിട്ട റോഡിന്റെ ഒരു ഭാഗം മഴയ്ക്ക് മുന്നേ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ ജലനിധിക്ക് വേണ്ടി ഈ റോഡാകെ പൊളിച്ച് റോഡ് തകർന്ന അവസ്ഥയിലുമാണ്. റോഡിന്റെ ഒരു ഭാഗം കാന നിർമ്മിക്കാത്തതും ഈ കാനയിൽ ചെളി നിറഞ്ഞതും ഇന്നിത്യാദി കാര്യങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ, പ്രാദേശിക പഞ്ചായത്ത് അധികാരികൾ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് നടിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ വെൽഫെയർ പാർട്ടിക്കാർ ഇങ്ങനെ ഒരു സമര പരിപാടി ഈ റോഡിൽ നടത്തുന്നത്. CPIM കേച്ചേരി വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയും കർഷക സംഘം കേച്ചേരി മേഖല വൈസ് പ്രസിഡന്റുമായിരുന്ന PK അഷ്റഫിന്റെ 1ാം ചരമ വാർഷികാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. ചരമവാർഷിക അനുസ്മരണവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും SFI അഖിലേന്ത്യാ പ്രസിഡന്റുമായ VP സാനു ഉദ്ഘാടനം ചെയ്തു. കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ അധ്യക്ഷനായി. കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, ഏരിയ കമ്മിറ്റി അംഗം പ്രവീൺ, ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി TP റാഫേൽ, ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം KP വിശ്വനാഥൻ, കേച്ചേരി വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി KA അനീസ്, അഷ്റഫിന്റെ കുടുംബാംഗം PK സലിം എന്നിവർ സംസാരിച്ചു. കേച്ചേരി ലോക്കൽ അതിർത്തിയിലെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്ക് നേടി അഭിമാന വിജയം നേടിയ വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി കെസന റിസ് ജോണിയെയും ചടങ്ങിൽ അനുമോദിച്ചു. CCTV ന്യൂസ് കേച്ചേരി. ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിൽ പുതുതായി നിർമ്മിക്കുന്ന ഗോപുരത്തിന്റെ മുകളിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടി ആഞ്ഞിലി മരത്തിൽ തീർത്ത അഷ്ടദിക്പാലകരുടെയും ബ്രഹ്മാവിന്റെയും ദാരുശില്പങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. ശില്പി എളവള്ളി നന്ദനാണ് ദാരുശില്പങ്ങൾ നിർമ്മിച്ചത്. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കൈക്കണക്കിലാണ് ഗോപുര നിർമ്മാണം നടക്കുന്നത്. വെൽത്ത് ഐ ഗ്രൂപ്പ് MD വിഘ്നേഷ് വിജയകുമാറാണ് ഗോപുരം വഴിപാടായി സമർപ്പിക്കുന്നത്.
വൈശാഖ മാസത്തോടനുബന്ധിച്ച് വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. മെയ് 12 മുതൽ 19 വരെയും 26 മുതൽ ജൂൺ 2 വരെയുമാണ് സപ്താഹം നടത്തുന്നത്. ബ്രഹ്മശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ ഐനിപ്പുള്ളി ബാബു ചന്ദ്രശേഖരൻ നമ്പൂതിരി എന്നിവരാണ് യജ്ഞാചാര്യർ. വൈശാഖ മാസത്തിനോടനുബന്ധിച്ച് പ്രത്യേക വൈശാഖ പൂജ, കൃഷ്ണനാട്ടം എന്നീ വഴിപാടുകളും ഭക്തർക്ക് ചീട്ടാക്കാവുന്നതാണെന്ന് ക്ഷേത്ര ഭരണസമിതി അറിയിച്ചു. മഴക്കാല പൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെയ് 18, 19 തീയതികളിൽ പുന്നൂർ പഞ്ചായത്തിൽ ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കും. അകലാട് അൽസാക്കി മെഹന്തി ഗാർഡൻ വെച്ച് വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ, യുവജന സംഘടനാ പ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ 18, 19 തീയതികളിലായി വീടുകളും പരിസര പ്രദേശങ്ങളും കയറിയിറങ്ങി ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. മെയ് 17 പഞ്ചായത്തും ഘടകസ്ഥാപനങ്ങളും ശുചീകരിക്കും. കാനകൾ, പൊതുതോടുകൾ ഉൾപ്പെടെയുള്ളവ ശുചീകരിച്ച് നീരൊഴുക്ക് സുഗമമാക്കും. ശുചീകരണ യജ്ഞത്തിൽ എല്ലാ ബഹുജനങ്ങളെയും പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചു. ചൊവ്വാഴ്ച രാവിലെ പഞ്ചായത്ത് ഓഫീസിൽ ഭരണസമിതി യോഗം ചേർന്നതിനു ശേഷം വിവിധ വകുപ്പുകളുടെ യോഗം മെഹന്തി ഗാർഡനിൽ വെച്ചു നടത്തി. യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ KA വിശ്വനാഥൻ മാസ്റ്റർ, AK വിജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി NV ഷീജ, IUML പ്രതിനിധി കുഞ്ഞി മുഹമ്മദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഹരിദാസ്, രോഹിണി, IRTC കോർഡിനേറ്റർ ആരിഫ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് പുന്നയൂർക്കുളം. എരുമപ്പെട്ടി മർച്ചന്റ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു മാസ്റ്റർ അധ്യക്ഷനായി. തൃശൂർ മർക്കന്റൈൽ ബാങ്ക് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. എരുമപ്പെട്ടി മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CK ജെയിംസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ബിജു വർഗീസ്, വൈസ് പ്രസിഡന്റ് MA ഉസ്മാൻ, KA അസി, അലക്സ് ജോണി, വേണു അമ്പലപ്പാട്ട്, PK സുമേഷ്, ഉഷ ഗോപിനാഥ്, ഫസലു റഹീം എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് MV ബാബു മാസ്റ്റർ, വൈസ് പ്രസിഡന്റുമാരായി ബിജു C വർഗീസ്, MA ഉസ്മാൻ, അലക്സ് ജോണി, ജനറൽ സെക്രട്ടറിയായി ഫസലു റഹീം, ജോയിന്റ് സെക്രട്ടറിമാരായി വേണു അമ്പലപ്പാട്ട്, MJ സ്റ്റീഫൻ, VS ശ്രീജൻ, ട്രഷറർ PK സുമേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. ചാവക്കാട് BRCയുടെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ്, ഹിന്ദി വിഷയങ്ങളുടെ DO തല അധ്യാപക സംഗമ ശില്പശാലയ്ക്ക് തുടക്കമായി. മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ചാവക്കാട് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇൻചാർജ് PA നസീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ സിസ്റ്റർ റീന ജേക്കബ്, HS വിഭാഗം DRG സംഗീത K, മരിയ ട്രീബ തുടങ്ങിയവർ സംസാരിച്ചു. HS ഇംഗ്ലീഷ് വിഭാഗം 3 ബാച്ചുകളിലായി 101 അധ്യാപകരും HS ഹിന്ദി വിഭാഗത്തിൽ 2 ബാച്ചുകളിലായി 80 അധ്യാപകരും ശില്പശാലയിൽ പങ്കെടുത്തു. സാമൂഹ്യശാസ്ത്രം വിഷയത്തെ ആസ്പദമാക്കി ഷീബ, ബൈജു, ഷഹാന എന്നിവരുടെ നേതൃത്വത്തിൽ ശാക്തീകരണ ക്ലാസും നടന്നു. പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. മെയ് 14 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിന് കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി ആചാര്യനാകും. ചൊവ്വാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിലെത്തിയ യജ്ഞാചാര്യനെ താലങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് വരവേറ്റു. തുടർന്ന് നടന്ന ചടങ്ങിൽ ക്ഷേത്രമേൽശാന്തി മധുസൂദനൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് VR ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ചടങ്ങിൽ ജ്യോതിഷ പണ്ഡിതൻ മറ്റം ജയകൃഷ്ണ പണിക്കർ മുഖ്യാതിഥിയായി. കുറുവല്ലൂർ ഹരിനമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കുറുവല്ലൂർ മന പരമേശ്വരൻ നമ്പൂതിരി, ക്ഷേത്ര സമിതി സെക്രട്ടറി AV സഞ്ജീവ്, ട്രഷറർ അജിത് കുമാർ കോലാരി എന്നിവർ സംസാരിച്ചു. യജ്ഞത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആചാര്യവരണവും തുടർന്ന് മഹാത്മ്യ പ്രഭാഷണവും നടന്നു. ബുധനാഴ്ച രാവിലെ 6 മുതൽ യജ്ഞം ആരംഭിക്കും. നെയ്വിളക്ക് സമർപ്പണം, വിഷ്ണു സഹസ്രനാമ പാരായണം, പ്രഭാഷണം, സത്സംഗങ്ങൾ, അന്നദാനം തുടങ്ങിയ ചടങ്ങുകളും 14 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ നടക്കും. സപ്താഹത്തിന്റെ ഭാഗമായി വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറും. CCTV ന്യൂസ് കേച്ചേരി. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുടുംബ സംഗമത്തിന്റെ ഭാഗമായി സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും കരിയർ ഗൈഡൻസ് പ്രോഗ്രാമും കിറ്റ് വിതരണവും SSLC ആദരവും സംഘടിപ്പിച്ചു. കാരുണ്യം ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ, ഡോക്ടർമാരായ ജമാൽ, അഫ്സ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഹോമിയോ മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ ജമാലുദ്ദീൻ, ഡോക്ടർ അഫ്സ എന്നിവർ നേതൃത്വം നൽകി.
തുടർന്ന് നടന്ന കരിയർ ക്ലിനിക്കിന് 2024 റംഷാദ് സൈബർ മീഡിയ, ജർമ്മൻ ട്രെയിനർ സായുജ്യ എന്നിവർ നേതൃത്വം നൽകി. നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. തുടർന്ന് SSLCക്ക് ഉന്നത വിജയം വരിച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു. നിർധനരായ കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണവും ഉണ്ടായി. മലപ്പുറം തൃശൂർ ജില്ലാതിർത്തിയായ കടവല്ലൂർ പാടത്തിന് സമീപം ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. മാലിന്യം തള്ളുന്നത് പതിവായതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് കർഷകരും നാട്ടുകാരും പോലീസിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മാലിന്യം തള്ളുന്ന വാഹനം പിടികൂടിയിരുന്നു. തുടർന്ന് മാലിന്യം തള്ളുന്നത് നിർത്തിവെച്ചിരുന്നു. വീണ്ടും മാലിന്യം തള്ളിയ സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് ഒമാൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ മഹർജാൻ ചാവക്കാട് 2024 മെഗാ ഇവന്റ് ബർക്കയിലെ ഹൽബാനിലുള്ള അൽ റഹ്ബ ഫാം ഹൌസിൽ സംഘടിപ്പിച്ചു. അകാലത്തിൽ വിട പറഞ്ഞ മുൻ സെക്രട്ടറി ഉണ്ണി ആർട്സിന് അനുശോചനം രേഖപ്പെടുത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ആടുജീവിതം സിനിമയിലെ അഭിനേതാവ് ഡോക്ടർ താലിബ് മുഹമ്മദ് അൽ ബാലുഷി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ചാവക്കാട്ടുകാർ ഒമാൻ ചാപ്റ്റർ പ്രസിഡന്റ് മനോജ് നരിയമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് മെഗാ ഇവന്റ് നടത്തിയത്. വ്യത്യസ്തമായ താളമേളങ്ങളോടെ മസ്കറ്റ് പഞ്ചവാദ്യ സംഘം നടത്തിയ ശിങ്കാരിമേളം, ഒപ്പന, തിരുവാതിരക്കളി, ഭരതനാട്യം, ഗസൽ, നൃത്തനൃത്യങ്ങൾ, ഗിത്താർ, വടംവലി തുടങ്ങിയ കലാകായിക പരിപാടികളും അരങ്ങേറി. വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. സെക്രട്ടറി ആഷിഖ് മുഹമ്മദ് കുട്ടി, ട്രഷറർ മുഹമ്മദ് യാസിൻ, ഗ്ലോബൽ കോർഡിനേറ്റർ സുബ്രഹ്മണ്യൻ, രക്ഷാധികാരി മുഹമ്മദ് ഉണ്ണി, വെൽഫെയർ കോർഡിനേറ്റർ അബ്ദുൾ അസീസ്, സുബിൻ സുധാകരൻ, കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. അക്കിക്കാവ് പന്നിത്തടം ബൈപ്പാസ് റോഡിലെ മാലിന്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9 വാർഡു നിവാസികളും കച്ചവട സ്ഥാപന ഉടമകളും ഉൾപ്പെട്ട് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. അക്കിക്കാവ് NSS കരയോഗ ഹാളിൽ നടന്ന യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC കുഞ്ഞൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ സംസാരിച്ചു. മാലിന്യ നിക്ഷേപം നടത്തുന്നവരെ കണ്ടെത്താൻ ജനകീയ നിരീക്ഷണം ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു. പഞ്ചായത്തും വിവിധ സ്ഥാപനങ്ങളും വീട്ടുകാരും സംയുക്തമായി നിരീക്ഷണ ക്യാമറ സംവിധാനം സ്ഥാപിക്കാനും തീരുമാനമായി. ജനകീയ കമ്മിറ്റി ചെയർമാനായി PC കുഞ്ഞൻ, കൺവീനറായി രേഖ ജയരാമൻ, നിമിഷ വിഗീഷ് തുടങ്ങിയ അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. കരിക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്ര പുനർപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ പ്രതിഷ്ഠാ ദിനമാണ് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ വിപുലമായി ആഘോഷിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് വിവിധ കലാപരിപാടികളുണ്ടായി. ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ പുലർച്ചെ നട തുറക്കൽ, തുടർന്ന് ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകളും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഈക്കാട്ട് മനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തോടെയുള്ള ആനെഴുന്നള്ളിപ്പ്, കാവടി, തിറ, കാളി തുടങ്ങിയ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. വൈകിട്ട് ദീപാരാധന, കേളി, തായമ്പക എന്നിവയും നടന്നു. ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. ഗുരുവായൂർ കോട്ടപ്പടി കാളികുളം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന പൂയം മഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ പള്ളി ഉണർത്തൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, മലർനിവേദ്യം, കലശപൂജ, കലശാഭിഷേകം എന്നിവയുണ്ടായി. പന്തിരടി പൂജയ്ക്ക് ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ഗിരിചക്ര രഥത്തിൽ കാഴ്ച ശീവേലി എഴുന്നള്ളിപ്പ്, പിള്ളക്കാവടി, മുത്തപ്പൻ കാവടി, അഭിഷേകം, നടക്കൽ പറ എന്നിവയും നടന്നു. വൈകിട്ട് മേളം, ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം പ്രാദേശിക കമ്മിറ്റികളുടെ പൂരം വരവും ഉണ്ടായി. പൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിച്ചു. തുടർന്ന് പാൽക്കുടം എഴുന്നള്ളിപ്പ്, കളംപാട്ട് എന്നിവയും നടന്നു. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ക്ഷേത്രം മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി കാർമ്മികനായി. ക്ഷേത്രം പുനരുദ്ധാരണ കമ്മിറ്റി സെക്രട്ടറി ശിവദാസൻ വടുതല, ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്, പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്പക്കാട്ട്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശിവരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
വേലൂർ ഫൊറോന ഗായക സംഘ സംഗമം ഗ്ലോറിയ ഫെസ്റ്റ് 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചു. സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിൽ വെച്ച് വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. ഗായക സംഘം ഡയറക്ടർ ഫാദർ ഗ്രിജോ വിൻസെന്റ് മുരിങ്ങാത്തേരി അധ്യക്ഷത വഹിച്ചു. ഫൊറോന പുലഴി സെന്റ് ജോസഫ് മെന്റൽ ഹോം ഡയറക്ടർ ഫാദർ രാജു അക്കര മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ അതിരൂപത ഗായക സംഘം ഡയറക്ടർ ഫാദർ ബിജു പാണയങ്ങാടൻ, വേലൂർ ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ പഴയടത്ത്, അതിരൂപത ഗായക സംഘം സെക്രട്ടറി സ്റ്റീഫൻ ചീരൻ തുടങ്ങിയവർ സംസാരിച്ചു. 13ഓളം ഗായക സംഘങ്ങൾ പങ്കെടുത്തു. ചരമം അഗതിയൂർ കുത്തൂർ വീട്ടിൽ ഈയപ്പൻ മകൾ കുഞ്ഞാമ്മ നിര്യാതയായി 83 വയസ്സായിരുന്നു. അവിവാഹിതയാണ്. സംസ്കാരം അപ്പോസ്റ്റലിക് ചർച്ച് ഓഫ് ഗോഡ് പഴഞ്ഞി സഭാ സെമിത്തേരിയിൽ നടന്നു. താണ്ടമ്മ, സാറാമ്മ, പാത്തപ്പൻ, ചെറുകുട്ടി എന്നിവർ സഹോദരങ്ങളാണ്. ചെറുവത്തൂർ ചാക്കുട്ടി മകൻ വെറുതു വർഗീസ് നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. മറിയാമ്മ ഭാര്യയാണ്. ബാബു, പ്രിൻസി എന്നിവർ മക്കളാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 6655 രൂപ, പവന് 53,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 90 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പെരുമ്പിലാവിൽ വിദ്യാഭ്യാസ സ്ഥാപനം സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തു. ട്രസ്റ്റ് ചെയർമാന് മർദ്ദനം. ഹയർ സെക്കൻഡറി എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സുമാർ അക്കാദമിയാണ് അടിച്ചു തകർത്തത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളും പഠനരേഖകളും അക്രമി സംഘം നശിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് പ്രതിഷേധം. അജണ്ട ചർച്ച ചെയ്യാതെ യോഗം പിരിച്ചുവിട്ടു. ചെയർപേഴ്സൺ കോൺഗ്രസ് കൗൺസിലർ ബിജു സി ബേബിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചുവെന്നാരോപിച്ചാണ് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധിച്ചത്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ നിർത്തിയിട്ട ലോറിയിലിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക്. കേച്ചേരി പെരുമണ്ണിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് തകർത്തു. സ്കൈപ്പ് ആപ്പ് വഴി പണം തട്ടുന്ന സംഘം കേരളത്തിൽ വ്യാപകം. ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി പോലീസ്. പോലീസാണെന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. പാറേമ്പാടം അഗതിയൂർ കാഞ്ഞിരത്തിങ്കൽ ഷാജന്റെ 2ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.